ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുത്തില്ല. കൂടുതൽ വിവരങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, സർവകക്ഷി യോഗത്തിൽ ഏതൊക്കെ നേതാക്കന്മാരാണ് പങ്കെടുത്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിരോധ മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചത്? പാർട്ടികളെല്ലാവരും തന്നെ പങ്കെടുത്തു. കോൺഗ്രസ്, അതോടൊപ്പം തന്നെ RJD, NCP, BJD, CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെല്ലാം തന്നെ യോഗത്തിന് എത്തിയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുത്തില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് മുൻപാകെ വിശദീകരിച്ച് നൽകിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ മന്ത്രിമാരെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എത്തിയിരുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചെത്തിയത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗെയും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമാണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി യോഗത്തിന് എത്താതിരുന്നത്, പ്രധാനമന്ത്രി എത്തി കാര്യങ്ങൾ വിശദീകരിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ ഉയർത്തിയിരുന്നു. ഈ സർവകക്ഷി യോഗം നടക്കുന്ന അതേ സമയത്ത് തന്നെ പ്രധാനമന്ത്രി ഡൽഹിയിൽ മറ്റൊരു യോഗം ചേരുകയായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി എന്നിവർക്കൊപ്പമുള്ള ഒരു സുരക്ഷാ യോഗം പ്രധാനമന്ത്രി ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാരണം കൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചത്. കഴിഞ്ഞ 36 മണിക്കൂറിൽ ഓപ്പറേഷൻ സിന്ദൂരും അതുമായി ബന്ധപ്പെട്ട് എല്ലാം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ കക്ഷികളോടും കൂടി വിശദീകരിക്കുക എന്നുള്ളൊരു ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. അതിനാണ് ഈ യോഗം ചേർന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം യോഗം ചേർന്നു. കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് ചോദ്യങ്ങൾ പോകേണ്ട എന്നുള്ളൊരു പ്രതികരണമാണ് കിരൺ റിജിജു നടത്തിയത്. എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായി, 13 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 54ഓളം പേർക്ക് ഈ ഷെല്ലാക്രമണത്തിൽ പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ അതിർത്തി മേഖലയിൽ ഉൾപ്പെടെയുള്ള രാജ്യത്ത് തന്ത്രപ്രധാന മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ളൊരു ജാഗ്രത പുലർത്തുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 സേനാ വിഭാഗങ്ങളും കര, വ്യോമ, നാവിക സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ വലിയ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത്. ഏതൊരു സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കണം, തയ്യാറെടുപ്പുകളും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ എല്ലാ സേനാ വിഭാഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിൽ രാജ്യം തുടരുകയാണ്. വിനയ, അതുപോലെ തന്നെ പാകിസ്ഥാനിലും ലാഹോറിലും കറാച്ചിയിലുമടക്കം നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലുള്ള ലിബറേഷൻ ആർമിയുടെ സ്ഫോടനങ്ങളും ഉണ്ടായെന്നായി റിപ്പോർട്ട് വരുന്നു. ഇതിലെല്ലാം പാകിസ്ഥാൻ ആർമിയിലുള്ളവർ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വലിയൊരു ആഭ്യന്തര യുദ്ധവും ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ വലിയ തോതിൽ ഞെട്ടിച്ചിരുന്നു. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകും, ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിലുമൊക്കെ അപ്പുറത്ത് വലിയ തോതിലുള്ള ഒരു ആക്രമണവും ഒരു തിരിച്ചടിയുമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സംഭവത്തിന്റെ ഞെട്ടൽ പാകിസ്ഥാനുണ്ട്. മാത്രമല്ല 21ഓളം മിസൈലുകൾ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക്, പാക് അധീന കാശ്മീരിലേക്ക് അയച്ചിട്ടും ഒരു മിസൈലിനെ പോലും പ്രതിരോധിക്കാനോ തടഞ്ഞു നിർത്താനോ ഒന്നും പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുമില്ല. ഇത്തരത്തിലൊരു പരാജയം പാകിസ്ഥാൻ ഉണ്ടായി എന്നുള്ള കാര്യം പാകിസ്ഥാനിലെ തന്നെ പല യൂട്യൂബർമാരും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്ന ആളുകളുമെല്ലാം തന്നെ അവർ തന്നെ ഇത്തരത്തിൽ വീഡിയോകൾ വഴി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരാജയം അതിനെ ഏതു വിധത്തിലും നേരിടാനുള്ള ഒരു തത്രപ്പാടിലാണ്
പാക് ഭരണകൂടം ഇന്ത്യക്ക് ഇതിന് മറുപടി നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും സൈമ സൂചിപ്പിച്ചതുപോലെ ബലൂചിസ്ഥാനിലും അതോടൊപ്പം തന്നെ കറാച്ചി, ലാഹോർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലാഹോറിലും കറാച്ചിയിലുമെല്ലാം തന്നെ 3ഉം 4ഉം റൗണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്ഫോടനങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വാർണിംഗ് അലാമുകൾ മുഴങ്ങുകയും അതിന്റെ ഭാഗമായി ജനങ്ങൾ വീടുകൾ വിട്ട് കെട്ടിടങ്ങൾ വിട്ട് ഏതെങ്കിലും മറവുകളിലേക്കോ ഒക്കെ മാറുന്നതിൻ്റെതായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ആ മേഖലകളിൽ നിന്ന്, കറാച്ചിയിൽ നിന്നും ലാഹോറിൽ നിന്നും സിയാൽകോട്ടിൽ നിന്നുമെല്ലാമായി പുറത്ത് വരുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ ബലൂചിസ്ഥാനിലും വലിയ തോതിൽ സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത്. പാക് ആർമിയുടെ ഒരു പട്രോളിംഗ് വാഹനമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇത്തരത്തിൽ IED സ്ഫോടനത്തിലൂടെ നശിപ്പിച്ചത്. അങ്ങനെ 14 പാക് സൈനികരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ബലൂച്ച് ലിബറേഷൻ ആർമി എത്രയോ നാളുകളായി ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി അവിടെ സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവര് ഈ ഒരു അവസരം, അതായത് പാകിസ്ഥാനിൽ ഇന്ത്യയും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്ന ഒരു അവസരം, അതും കൂടി അവർ മുതലെടുത്തുകൊണ്ട്, ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവിടെ വലിയ തോതിൽ സംഘർഷങ്ങളും ആക്രമണങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയും ഏത് രീതിയിലും നേരിടണം എന്നുള്ളൊരു പ്രതിസന്ധി പാക് ഭരണകൂടം നേരിടുന്നുണ്ട്. ശരി വിനയ, വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിന് നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിർത്തിയിൽ ഇപ്പോഴും പാക് പ്രകോപനം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് PS വിനയായിരുന്നു.